നാട്ടിലും സമൂഹത്തിലും മാന്യനായ വിവേകാനന്ദൻ ഭാര്യയുടെയും മകളോടൊപ്പമാണ് ജീവിക്കുന്നത്. പക്ഷെ അവന്റെ യഥാർത്ഥ മുഖം അത്ര മാന്യമല്ലായിരുന്നു. സ്ത്രീകളെ ഒരു മനുഷ്യനായി കാണാതെ തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള ഒരു വസ്തുവായി മാത്രമാണ് അവൻ കാണുന്നത്. ഭാര്യ സിത്താരയോടും അവൻ സ്നേഹത്തോടല്ല, മറിച്ച് അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി വേദനിപ്പിച്ചാണ് അവൻ പെരുമാറുന്നത്. അവൾക്ക് ഇഷ്ടമില്ലെങ്കിലും അവൻ തന്റെ ഇഷ്ടങ്ങൾ മാത്രം നിർബന്ധിക്കുന്നു. എറണാകുളത്ത് ജോലി ചെയ്യുന്ന വിവേക് അവിടെ ഡയാന എന്ന പെൺകുട്ടിയുമായി ലിവിംഗ് റിലേഷൻഷിപ്പിൽ ജീവിക്കുന്നു. ഡയാനയുടെ ജീവിതം വളരെ കഷ്ടമായിരുന്നു. ഈ അവസ്ഥയിൽ വിവേക് സഹായിയായി എത്തുന്നു. അവൻ അവളെ മാനസികമായും ശാരീരികമായും നിയന്ത്രിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഡയാനയ്ക്ക് എല്ലാം സഹിക്കേണ്ടി വരുന്നു, കാരണം അവൾക്ക് വേറെ വഴിയില്ല. ഇതിനിടെ ദിവ്യ എന്ന മറ്റൊരു പെൺകുട്ടി അവൻ സമീപിക്കാൻ ശ്രമിക്കുന്നു. ആദ്യം സൗഹൃദമായി തുടങ്ങുന്ന ബന്ധം പിന്നീട് അവന്റെ യഥാർത്ഥ ഉദ്ദേശം പുറത്തു വരുമ്പോൾ തകരുന്നു. അവൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഇത് കണ്ടും അനുഭവിച്ചും തളർന്ന ഡയാന തന്റെ സുഹൃത്തായ ഐശുവിനോടെല്ലാം തുറന്നു പറയുന്നു. ഐശു ഒരു യൂട്യൂബർ ആണ്. അവർ ചേർന്ന് വിവേകിന്റെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. അതിനായി അവർ സിത്താരയെ സമീപിക്കുന്നു. ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് സിത്താരയ്ക്കും തന്റെ ജീവിതം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നു. അവളും അവരുടെ കൂടെ ചേരാൻ തീരുമാനിക്കുന്നു. ഒരു ദിവസം വിവേക് വീട്ടിൽ വന്നപ്പോൾ അവർ 3 പേരും ചേർന്ന് അവനെ കേട്ടുകിട്ട ഒരു ലൈവ് വീഡിയോ ആരംഭിക്കുന്നു. ആ ലൈവിലൂടെ വിവേകിന്റെ യഥാർത്ഥ മുഖം, അവൻ ചെയ്ത ക്രൂരതകൾ, സ്ത്രീകളോട് അവൻ നടത്തിയ ഉപദ്രവങ്ങൾ എല്ലാം സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നു. വീഡിയോ വൈറലാകുകയും ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുകയും ചെയ്യുന്നു. ചിലർ അവനെ പിന്തുണയ്ക്കുമ്പോഴും മറ്റു ചിലർ സത്യം തിരിച്ചറിയുന്നു. സമൂഹം പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവേക് എല്ലാവർക്കും മുന്നിൽ നാണം കെട്ടി നിൽക്കുകയാണ്. അവസാനം സിത്താരയും ഡയാനയും അവനെ വിട്ടു പോകുന്നു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് വിവേക് ഒറ്റപ്പെടുന്നു.